സീരീസിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ ഇൻട്രോ തരുന്നത് എൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഇതേപോലെ ഇൻട്രോ തരാൻ ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഭാര്യയില്ല. ഭാര്യ മാത്രമല്ല, എൻ്റെ പിള്ളേരും കൂടെ ഇല്ല. ഇത് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കണ്ട, അവർ സേഫാണ്. ഇപ്പോൾ ഞാനുള്ളത് സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ്, അവരുള്ളത് കാനഡയിലെ കിച്ചണറിലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇവർ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞല്ലോ കാനഡ വിടുകയാണ്, പുതിയൊരു അധ്യായം തുടങ്ങണമെന്നുണ്ട് വ്ളോഗ് കിട്ടുമല്ലോ, അപ്പോൾ എന്തോ ഒരു ഉടായ്പ മണക്കുന്നുണ്ടല്ലോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാം. പക്ഷെ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ന്യായങ്ങളുണ്ട്. അതുമാത്രമല്ല, അത് വ്യക്തമാക്കി തരാം. ഞങ്ങളെക്കുറിച്ച് അറിയാത്ത ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, ഞങ്ങൾ കേരളം വിട്ട് കഴിഞ്ഞാൽ കാനഡയല്ല പിന്നെ കണ്ട ഒരു രാജ്യം. അതുകൊണ്ട് ഞങ്ങൾക്ക് കാനഡ സ്വർഗമായിട്ടൊന്നും എവിടെയും തോന്നിയിട്ടില്ല. ഞങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ ഗൾഫ് രാജ്യങ്ങളിൽ താമസിച്ചിട്ടുണ്ട്, ഓസ്ട്രേലിയയിൽ താമസിച്ചിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾ ഇഷ്ടംപോലെ രാജ്യത്ത് പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കാനഡയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഓക്കെ, ഒരു 50-50 ഓക്കെയാണ്. പക്ഷേ ഹെൽത്ത് സെക്ടർ, പെർട്ടിക്കുലർലി ഒണ്ടാറിയോയിലെ ഹെൽത്ത് സെക്ടർ ഡിസാസ്റ്ററാണ്. ഞങ്ങൾ ഇതിനെക്കുറിച്ച് പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. അതൊരു എമർജൻസി കാര്യത്തിന് ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ 8, 9, 12 മണിക്കൂറൊക്കെ വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും ഹെൽത്ത് സെക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതായത് ഒണ്ടാറിയോയിൽ, സ്പെഷ്യലി ഒണ്ടാറിയോയിലെ ഹെൽത്ത് സെക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ കാനഡ ചൂസ് ചെയ്തതെന്ന് ചോദിക്കാം. ഞങ്ങൾ കാനഡ ചൂസ് ചെയ്തത് അതിൻ്റെ റീസണും ഞങ്ങൾ മുന്നേ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എൻ്റെയും എൻ്റെ ഭാര്യയുടെയും രണ്ടാമത്തെ മകൻ ഡാനിയൽ, അവൻ മൈൽഡ് ഓട്ടിസ്റ്റിക് ആണ്. മൈൽഡ് ഓട്ടിസ്റ്റിക് ആണെങ്കിലും ശരി, വേറെ എന്ത് സ്പെക്ട്രമുള്ള പിള്ളേരാണെങ്കിലും ശരി, കാനഡ തരുന്ന ആ ഒരു മുൻഗണന അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റി തരുന്ന ഒരു സൊസൈറ്റി അവരെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ ഗൾഫിലോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിലോ കേരളത്തിലോ ഒന്നും കിട്ടാൻ കിട്ടുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ തർപ്പിച്ച് പറയാം. എന്നാൽ ഇവന്, അതായത് ഡാനിയലിന് കിട്ടുന്ന ആ ഒരു എന്താ പറയുക, അവൻ്റെ സ്കൂളിൽ കിട്ടുന്ന ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് സൂപ്പറാണ്. അവന് 1-on-1 ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്, എഡ്യൂക്കേഷണൽ അസിസ്റ്റൻ്റ് കൂടെ തന്നെയുണ്ട്. പക്ഷേ അവന് മറ്റുള്ള ട്രീറ്റ്മെൻറ്റുകൾ, അതായത് ഒക്യുപ്പേഷൻ തെറാപ്പികൾ, മറ്റ് സ്പീച്ച് തെറാപ്പി, അതിനൊക്കെ ഡിലേ വരുന്നുണ്ട്. കാരണം ഇവിടുത്തെ സിസ്റ്റം വളരെ സ്ലോ ആണ്. അത് ഞങ്ങൾ അറിഞ്ഞത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 to 4 years ഡിലേ ഉണ്ട് ഇങ്ങനത്തെ ഒരു ഒക്യുപ്പേഷൻ തെറാപ്പി ഗവൺമെൻറ് ത്രൂ ഞങ്ങൾക്ക് ഇവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സ് മടുത്തു തുടങ്ങി. അതായത് എന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്നേ എന്നുള്ളൊരു ഫീൽ വന്നു തുടങ്ങി. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്കിപ്പോഴും PR ആയിട്ടില്ല. ഓക്കെ, PR ആയിട്ടില്ല എന്നുള്ളൂ, PR ആവില്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഇനിയും വർക്ക് പെർമിറ്റ് വാലിഡ് ആണ്. അടുത്തൊരു 9 മാസം കൂടിയും വർക്ക് പെർമിറ്റ് വാലിഡ് ആണ്. എപ്പോൾ വേണമെങ്കിലും PR ആവാം എന്ന് വെച്ച് ഞാൻ PR കിട്ടിയാൽ തിരിച്ചു പോകണമെന്നില്ല. PR കിട്ടിയില്ലെങ്കിൽ ഒരു പ്ലാൻ ബി വേണമല്ലോ. നിങ്ങളെന്താ അങ്ങനെ ചിന്തിക്കാതെ? PR കിട്ടിയില്ലെങ്കിൽ ഒരു പ്ലാൻ ബി വേണമല്ലോ. അപ്പോൾ ഒരു പ്ലാൻ ബി എന്നുള്ള നിലയിൽ ഞാൻ സൗദി ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗൾഫ് ചൂസ് ചെയ്യുന്നു. ഇവിടെ നിന്നുകൊണ്ട് എൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യും. ഇതാണ് എൻ്റെ പ്ലാൻ. വെറുതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ ഇങ്ങനെ സംഭവം കണ്ടു. ടിം ഹോട്ടൽസ്, ഇത് അവിടുത്തെ ഒരു സെറ്റപ്പ് അല്ല, നമ്മുടെ ഡ്രൈവ് ത്രൂ പരിപാടി ഇവിടെ ഇല്ലാന്നുകൊണ്ട്. പക്ഷെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം, വാങ്ങിച്ചു നോക്കാം. ഒരു ഡബിൾ ലാർജ് അടിച്ചു നോക്കാം. ഇവിടെ ജിദ്ദയില് 3-4 സ്ഥലത്ത് ഞാൻ ടിം ഹോട്ടൽസിന്റെ നല്ല അടിപൊളി ഗോർമേ സെറ്റപ്പിലുള്ള കോഫി ഷോപ്സ് കണ്ടിരുന്നു. പക്ഷെ മിക്ക സ്ഥലങ്ങളിലും ആൾക്കാർ കുറവായിരുന്നു. മേ ബി റമദാൻ ആയതുകൊണ്ടായിരിക്കും. എന്നാലും നമ്മുടെ അറബികൾക്ക് ഈ സ്പെഷ്യാലിറ്റി കോഫി അല്ലെങ്കിൽ ഇതുപോലെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഫികളൊക്കെ കുടിക്കാൻ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരാണ്. കാനഡയിൽ ഏകദേശം എനിക്ക് $2 തോന്നുന്നു ലാർജ് ഡബിളിന്. പക്ഷെ ഇവിടെ ഏകദേശം 21 റിയാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനുള്ളത് അൽബലാദ് എന്ന സ്ഥലത്താണ്. ജിദ്ദയിലുള്ള ഒരു ഹിസ്റ്റോറിക് സിറ്റിയാണിത്. അപ്പോൾ ഇത്ര നാളും റമദാൻ ആയിരുന്നു. അപ്പോൾ റമദാൻ്റെ കുറേ നമ്മുടെ ടൈം റെസ്ട്രിക്ഷൻസും നോമ്പും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ അധികം കറങ്ങിയില്ല. അപ്പോൾ ഒരു 20-25 ദിവസത്തിന് ശേഷമാണ് ഞാൻ ഇവിടെ ജിദ്ദയിലൊന്ന് ഒറ്റയ്ക്ക് ഇറങ്ങാനായിട്ട് പുറത്തിറങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി ഇന്ന് ഈദാണ്, ഈദിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഞാനൊന്ന് ഹിസ്റ്റോറിക് സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തിരിച്ചു. ഈ കാഴ്ചകളൊക്കെ കണ്ട് ജിദ്ദയിൽ നടക്കുന്നുണ്ടെങ്കിലും മനസ്സ് മൊത്തം ഇപ്പോൾ കാനഡയിലാണ്. കാരണം പാൻഡമിക്കിന് ശേഷം നിലനിൽക്കാൻ പറ്റാത്ത കാനഡയ്ക്ക് ഒരു വൻ തിരിച്ചടിയാണ് ഡൊണാൾഡ് ട്രംപ് കൊടുത്തിട്ടുള്ള ഈ ടാരിഫ്, 25% ടാരിഫ്.
യുഎസും കാനഡയും കൊണ്ടുവരുന്ന ടാരിഫ് അത് രണ്ട് കൂട്ടരെയും സാരമായി ബാധിക്കുന്നതാണ് ഒരുവിധം എല്ലാ ഏജൻസികളും പറയുന്നത്. മാർച്ച് 5 റോട്ടേഴ്സ് ഇറക്കിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് ഇത് നല്ല രീതിയിൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാക്കും, അതുപോലെ ഒരു റിസഷന് വരെ ചാൻസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് അലുമിനിയം സ്റ്റീൽ ഇൻഡസ്ട്രിയിലാണ്. ഇങ്ങനെ ഒരു ടാരിഫ് കൂടാതെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്ലൈറ്റ് സിസ്റ്റത്തിലാണ്. അതായത് ട്രക്കിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ വെയർ ഹൗസ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ ഇൻഡസ്ട്രിയിൽ. മാർച്ച് 28 ഫിനാൻഷ്യൽ പോസ്റ്റിൽ വന്ന റിപ്പോർട്ടാണ്. അതായത് കാനഡ ഈ രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ക്വാർട്ടറോട് കൂടിയിട്ട് നല്ല രീതിയിൽ റിസഷൻ ബാധിക്കുന്നുള്ളത്. എന്തായാലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ടാരിഫ് ഇംപ്ലിമെൻ്റ് ആതിരിക്കട്ടെ എന്നതാണ് എൻ്റെയും പ്രാർത്ഥന. അപ്പോൾ ജിദ്ദയിൽ ഏപ്രിൽ 18 മുതൽ 20 വരെ നടക്കുന്ന സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രീ അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടിട്ടുള്ള ഒരു മോഡലാണിത്. അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സിൽ എത്ര പേര് ഗ്രാൻഡ് പ്രീ അല്ലെങ്കിൽ ഫോർമുല 1 ഒക്കെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. സ്റ്റിൽ അവരുടെ ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ടിക്കറ്റ് ഡീറ്റെയിൽസ് ഞാൻ താഴെ ലിങ്കിൽ ഇടാം, അല്ലെങ്കിൽ വീഡിയോ തന്നെ ഇടാം. അയ്യോ, ചെറിയൊരു പണി കിട്ടി. വന്ന വഴി കൂടെ അല്ല നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റും. ഏകദേശം ഇനി പാർക്കിങ്ങിലേക്ക് 1 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ കയറിയപ്പോൾ ചെറിയ ഇടവഴികളൊക്കെ അല്ലേ, അപ്പോൾ മനസ്സിലായില്ല എങ്ങനെ തിരിച്ചിറങ്ങണ്ടേന്നുള്ള ഡയറക്ഷൻസ്, അതായത് എക്സിറ്റ് അറിയാത്തത് പ്രശ്നമാണ്. അത് മാർക്ക് ചെയ്തിട്ടില്ല, അത് ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് എക്സിറ്റുകൾ മാർക്ക് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ഡയറക്ഷൻസ് വെച്ചിട്ടുണ്ട്, അതായത് ഇന്ന മസ്ജിദ് എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കറിയില്ല, നമ്മൾ പുതിയ ഒരാളായതുകൊണ്ട് അതൊക്കെ എവിടെയാണ് ഉള്ളതെന്ന് നമുക്കറിയില്ല. ഞാൻ ആ പാർക്കിങ്ങിലേക്ക് നടക്കുകയാണ്, കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഞാൻ പാർക്കിങ്ങിൻ്റെ അവിടെ വന്നപ്പോഴാണ് നമ്മുടെ വണ്ടി അവിടെ കിടക്കണേ, അത്ര കൂടി നടക്കാനുണ്ട് എനിക്ക്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ സൈഡ് പാർക്കിംഗ് ചെയ്തില്ലെങ്കിൽ സൂപ്പർ പണി വേറെ ഉണ്ടെന്ന് കാണിച്ചിടാം. കാരണം ഞാനിവിടെ എത്തിയപ്പോൾ ആൾക്കാരിങ്ങനെ വീൽ ലോക്ക് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 3 റിയാൽ കൊടുക്കാൻ മടിയായിട്ടാണോ എന്നറിയില്ല, അതോ ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് ഫ്രീ ആണോ എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. ഒരു ഗവൺമെൻറ്റൊക്കെ ഈദ് സമ്മാനം കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. സോ ഖത്തറിലായിരുന്നപ്പോഴും മെയിൻ പരിപാടി നല്ല റെസ്റ്റോറൻറ്റുകളിൽ പോവുക, നല്ല ഫുഡ് അടിക്കുക. UAE-ലായിരുന്നപ്പോഴും അത് തന്നെയായിരുന്നു. ഓസ്ട്രേലിയയിൽ പോയപ്പോഴും നല്ല റെസ്റ്റോറൻറ്റുകൾ, നല്ല ഒതൻറ്റിക് ഓസ്ട്രേലിയൻ ഡിഷുകൾ അല്ലെങ്കിൽ കുസീൻസ് പോയി കഴിക്കുക, അതൊക്കെ ടേസ്റ്റ് ചെയ്യുക. ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോവുക. ഇന്ത്യൻ റെസ്റ്റോറൻറ്റൊക്കെ കണക്കായിരുന്നു, എന്നാലും 1-2 നല്ലതുണ്ടായിരുന്നു. കാനഡയിൽ വന്നതിന് ശേഷം നല്ലത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാലോ, കാനഡയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ വിഭവം ഒരു ടേക്ക് എവേയിൽ പോയിട്ട് എടുത്തതെന്ന് പറയുന്നത് നമ്മുടെ പാം വാലിയിൽ നിന്നാണ്. ആ പാം വാലിയിലത്തെ നമ്മുടെ ബീഫും അതുപോലെ തന്നെ ഫിഷ് കറി, അതൊരു മഞ്ഞ കളറുള്ള ഫിഷ് കറി കിടിലൻ ടേസ്റ്റാണ്. അതിൻ്റെ ഒരു ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവിൽ നിന്ന് പോയിട്ടില്ല. പക്ഷേ ഒരു കഴിഞ്ഞ 6 മാസത്തിന് ശേഷം നമ്മുടെ പാം വാലിയിലത്തെ ആ ഷെഫ് മാറി എന്ന് എനിക്ക് തോന്നുന്നത്. അവിടുത്തെ ആ ഒരു ബീഫിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് മിസ്സായി. പിന്നെ എനിക്ക് കാനഡയിൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണർ വാട്ടറിലുള്ള ഗ്രാൻഡ് മലബാറാണ്. അവിടുത്തെ ബിരിയാണി സൂപ്പറാണ്. ആ ബിരിയാണിയുടെ ടേസ്റ്റ് കാനഡയിൽ ഞാനൊരു 10-20 റെസ്റ്റോറൻറ്റിൽ കഴിച്ചിട്ടുണ്ട്, അവിടെ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ നല്ല വേറെയും നല്ല ബിരിയാണി വാലകളൊക്കെ ഉണ്ട്. അതൊക്കെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്, ഹൈദരാബാദി സ്റ്റൈലൊക്കെയാണ്. അപ്പോൾ അത് വേറെയാണ്. പിന്നെ ഗ്രാൻഡ് മലബാറിലെ മറ്റുള്ള വിഭവങ്ങൾ ഓക്കെ എന്നുള്ളൂ. പിന്നെ എനിക്ക് തനിമ എന്നുണ്ട് മിസിസാഗയിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ ചട്ടിച്ചോറ് നല്ലതാണ്. പിന്നെ നമ്മുടെ രുചി വേൾഡിലെ ബീഫും പൊതിച്ചോറൊക്കെ നല്ലതാണ്. ഇപ്പോഴും ആ ഒരു രുചി വായിൽ നിൽക്കുന്നുണ്ട് എന്ന് പറയാൻ മാത്രമുള്ള ഒരു ഡിഷ് വേറൊരു റെസ്റ്റോറൻറ്റിലും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, കഴിഞ്ഞു. ഇനിയിപ്പോൾ കാനഡയിൽ എത്തുമ്പോൾ ബാക്കി നോക്കാം. അപ്പോഴേക്കും അവിടെ പല ഷെഫുകൾ മാറിയിട്ടുണ്ടായിരിക്കാം, പല പുതിയ വിഭവങ്ങളും വന്നിട്ടുണ്ടായിരിക്കാം, ടേസ്റ്റുകൾ മാറിയിട്ടുണ്ടായിരിക്കാം. ഈവൻ പുതിയ ഫ്രാഞ്ചൈസികൾ വന്നിട്ടുണ്ടാവും ഓരോ ഷോപ്പുകളുടെയും. ഞാനൊരു ഫുഡ് പ്രേമിയാണെന്ന് അറിയാലോ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ. അതായത് ജിദ്ദയിലുള്ള ഏതെങ്കിലും വ്ളോഗേഴ്സോ ഇൻഫ്ലുവൻസേഴ്സോ ഉണ്ടെങ്കിൽ ഒന്ന് കൈ മുന്തിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു 4-5 പേര് റെസ്പോണ്ട് ചെയ്തു. അതിൽ ഞാനവരോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് തലശ്ശേരി ബിരിയാണി കിട്ടുന്ന കേരള റെസ്റ്റോറൻറ്റുകൾ എവിടെയാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ഒരു 4-5 കടകൾ എന്ന് പറയുന്നത് MRA, ദേപുട്ട്, പിന്നെ കോഴിക്കോടൻ, കേഡൻസ്, പിന്നെ സാഗർ. അങ്ങനെ ഈ 5 കടകളാണ് കൂടുതലും റെക്കമെൻഡഡ് ആയിട്ട് വന്നത്. ദേപുട്ടും MRAയും ഞങ്ങൾ ഖത്തർ മുതൽ നെഞ്ചിലേറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക ഫ്രാഞ്ചൈസ് അല്ലെങ്കിൽ ഒരു ഫുഡ് ശൃംഖലയാണ്. ഞാൻ അതിൻ്റെ ബേസിസിൽ MRAയിലൊന്ന് പോയി നോക്കി. പക്ഷേ MRAയിൽ ഞാൻ ചെന്നപ്പോൾ, ഞാൻ ഖത്തറിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ, ഖത്തറിൽ 2015 അവർ ആദ്യമായിട്ട് തുടങ്ങിയെന്ന് എൻ്റെ വിശ്വാസം. അന്ന് മുതൽ ഞാൻ അവരുടെ കൂടെ ഉണ്ട്. അവിടെ പലപ്പോഴും നല്ല എല്ലാ വെള്ളിയാഴ്ച ശനിയാഴ്ച അവിടെ തന്നെയാണ്. അപ്പോൾ
അതിൻ്റെ ഒരു വെൽക്കമിങ് അല്ലെങ്കിൽ മറ്റുള്ള സർവീസുകൾ, ക്ലീനിനെസ്, പിന്നെ എന്താ പറയുക ഫർണിച്ചറിൻ്റെ ക്വാളിറ്റി, എന്തൊക്കെയോ ഒരു ഹൗസ് കീപ്പിംഗ് ഒക്കെ ഒരു മിസ്സിങ് ആയിരുന്നു. ഫുഡ് ഓക്കെ, മീൻസ് എനിക്ക് മോശം പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് എനിക്ക് MRIന്ന് കിട്ടിയൊരു ഇത്. പക്ഷേ കൂടുതലും ആൾക്കാർ പിന്നെ സജസ്റ്റ് ചെയ്തത് കോഴിക്കോടനും അതുപോലെ തന്നെ നമ്മുടെ കേഡൻസാണ്. അപ്പോൾ ഞാൻ ഇന്ന് കേഡൻസിൽ വന്നിരിക്കുകയാണ്. അവിടുത്തെ ബീഫ് ബിരിയാണിയാണ് കൂടുതലും ഹിറ്റ് എന്നാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു സിഗ്നേച്ചർ ഐറ്റം എന്ന് പറഞ്ഞു കേട്ടു. ഞാൻ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. എന്തായാലും ഏപ്രിൽ 2 കാനഡയ്ക്ക് ട്രംപ് പണി കൊടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഏപ്രിൽ 1 ഞാൻ ഒരു നല്ല ബിരിയാണി കഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം.